ഫെബ്രുവരി 28 നോമ്പുകാലത്തെ ആദ്യ ആഴ്ചയിലെ ശനിയാഴ്ച. മത്തായി 5:43 മുതൽ 48 വരെ വാക്യങ്ങൾ. ഭർത്താവിനാൽ ചതിക്കപ്പെട്ട ഒരു ഭാര്യയുടെ കഥയുണ്ട്. വർഷങ്ങളോളം വിവാഹിതരായിരുന്ന അവർ വേർപിരിഞ്ഞ ശേഷം ഭർത്താവ് ഇപ്പോൾ രോഗിയാണെന്ന് മനസ്സിലാക്കി അയാളുടെ കാമുകി അയാളെ ഉപേക്ഷിച്ചു പോയപ്പോൾ അവനോടുള്ള അവളുടെ നിരുപാധികമായ സ്നേഹം കാരണം ഭാര്യ അവൻ്റെ അടുക്കൽ പോയി അവനെ ആസ്പത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ നിരുപാധികമായ സ്നേഹത്തെക്കുറിച്ച് യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ വേദനിപ്പിച്ചവരോ അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോ ഉൾപ്പെടെ എല്ലാവരിലേക്കും വ്യാപിക്കുന്ന ഒരു സ്നേഹം. ഇതത്ര എളുപ്പമല്ല, പക്ഷെ അതാണ് യേശു. മാനുഷിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി പിന്തുടരാൻ പ്രയാസമുള്ളതായി തോന്നുന്ന പഠിപ്പിക്കലുകൾ അവൻ നമുക്ക് നൽകുന്നു. നാം അവനോട് യഥാർത്ഥത്തിൽ അർപ്പണബോധമുള്ളവരാണെങ്കിൽ അവൻ്റെ വാക്കുകൾ അനുസരിക്കുകയും അവിടുത്തെ മാതൃക പിന്തുടരുകയും ചെയ്യും. നമ്മുടെ ശത്രുക്കളെയും പീഡകരെയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുന്നു. അർഹതയില്ലാത്ത വിദ്വേഷത്തിൽ നിന്ന് നാം നമ്മെ തന്നെ മോചിപ്പിക്കുകയും സ്വയം സൃഷ്ടിച്ച മാനസികവും വൈകാരികമായ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക. കാരണം അത്തരം തടവറകൾ നമുക്ക് ഒരു ഗുണവും നൽകുന്നില്ല. ശത്രുതയെ സൽസ്വഭാവമാക്കി മാറ്റുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ ശത്രുക്കളെ സുഹൃത്തുക്കളായി മാറ്റുന്നതിൻ്റെ ശക്തി ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പ്രതികാരത്തിലൂടെയും വിദ്വേഷത്തിലൂടെയും പകരം പ്രാർത്ഥനയിലൂടെയും ക്ഷമയിലൂടെയും സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു ലോകത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നാം പ്രകടിപ്പിക്കുകയും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ സമാധാനപരവും ഐക്യമുള്ളതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് നാം നമ്മുടെ സംഭാവന ചെയ്യുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന് നമുക്ക് ചിന്തിക്കാം. ശത്രുതയോട് നമുക്ക് എങ്ങനെ സ്നേഹത്തോടെ പ്രതികരിക്കാം? നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം? ഉപാധികളില്ലാത്ത സ്നേഹത്തിന് ഒരു പരിവർത്തന ശക്തിയുണ്ട്. നമ്മുടെ ബന്ധങ്ങളിലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും അതിന് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.